കൊല്ലുവോ? ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ് ഇപ്പം എന്താ പതിപോലെ ഉറക്കം തോന്നി കഴിഞ്ഞിട്ട് അത് ശരി. നീ വല്ലതും കഴിച്ചാ? ഞാൻ ഒരു ചായ കുടിച്ച്. നിനക്ക് ഇത് തന്നെയാണോ പണി? അല്ല, നീ വരെ സമയമാവുമല്ലോ, അതുകൊണ്ടൊരു ചായ കുടിക്കാനായിരുന്നു. എനിക്ക് വിശക്കണം. എനിക്ക് വിശക്കണമെന്ന്. ഫുഡ് കഴിക്കാൻ പോയാലോ? പോവാം. നമുക്ക് ചിക്കിങ്ങിൽ പോവാം. ചിക്കിങ്ങിലോ? ആ, പൈസ ഉണ്ടോ നിൻ്റെ കയ്യിൽ? ഫണ്ടൊക്കെ സെറ്റാണ്, പോവാം. നമുക്കിവിടെ വല്ല ചായക്കടയിലും പോയാൽ പോരെ? ഇവിടെ ചിക്കിങ്ങിൽ പോവാന്ന്. ഉറപ്പാണോ? അപ്പോൾ ഒരു മിനിറ്റ്, അമ്മ വിളിക്കണം. എടാ നീ എവിടെയാ? എടാ എനിക്കൊരു അത്യാവശ്യമായിട്ട് 1000 രൂപ ഗൂഗിൾ പേ തരാമോ? ഞാൻ ഉറപ്പായി തിരിച്ചു തരാം. എടാ ഉറപ്പാ, ഞാനൊരു അത്യാവശ്യം നിന്നത്, നീ ഒന്ന് വേഗിട്ട്. ആ, താങ്ക്സ് സാർ. ശരി ശരി, ഓക്കെ. അത് ശ്യാമേട്ടനായിരുന്നു. വാ പോവാം. എന്നെ എന്താ? നീ എന്തിനാ എന്നോട് കള്ളം പറയണേ? കള്ളല്ല. നീ എനിക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് എന്തായാലും ഇപ്പോൾ ഒരു ജോലിയില്ല, നാട്ടിൽ നിന്ന് പൈസ അയച്ചു തരാൻ ഇപ്പോൾ ആരുമില്ല. നീ ഇപ്പോൾ കടം വാങ്ങി തന്നാണ് എന്നെ സന്തോഷിപ്പിക്കാൻ പോണത്. എനിക്ക് തരുന്നതെല്ലാം ബെസ്റ്റ് ആയിരിക്കണം, എനിക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതുകൊണ്ടൊരു കടം വാങ്ങി തലയിൽ ബാധ്യതയായിട്ട് വെക്കണം എന്നാണോ നീ പറയുന്നത്? ഇതൊരു തരം ഇൻസെക്യൂരിറ്റിയാണ്. എൻ്റെ മുമ്പിൽ ചെറുതായി പോകുന്നുള്ളൊരു പേടി. എൻ്റെ കൂട്ടുകാർ അവരുടെ ഗേൾഫ്രണ്ട് കൊണ്ട് വലിയ വലിയ സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഹോട്ടലിൽ പോകുമ്പോഴും എനിക്കുണ്ട് അതുപോലത്തെ ഒരു ആഗ്രഹങ്ങൾ, അതുപോലത്തെ ഒരു ലൈഫ് നിനക്ക് തരണമെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാ. എടാ, നിൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ നിൻ്റെ കൂടെ അത്ര വലിയ ലക്ഷറിയസ് ലൈഫൊന്നും ആഗ്രഹിക്കുന്നില്ല. വലിയ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെന്നോ കുറേ ഡ്രസ്സ് വാങ്ങണമെന്നൊന്നും എനിക്കില്ല. നിൻ്റെ കൂടെ ഒരു ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ചാലും എനിക്ക് സന്തോഷമാണ്. പക്ഷെ നീ എന്താ ചെയ്യണേ? ഞാൻ വരുമ്പോഴേക്കും വലിയ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ എന്നെ കൊണ്ടുപോകുന്നത്? നീ വാങ്ങിത്തരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വേണ്ടാന്ന് പറയാം? നാളെ നീ വലിയ നിലയിലെത്തുമ്പോൾ എന്നെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഇനിയെങ്കിലും അതൊന്നും മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കും. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നമ്മളും ജീവിക്കണം എന്നുണ്ടോ? പരസ്പരം ഇല്ലായ്മയും പ്രശ്നങ്ങളും പറഞ്ഞ് ജീവിക്കുമ്പോഴല്ലേ ഒരു റിലേഷൻഷിപ്പിന് ഭംഗി ഉണ്ടാവുള്ളൂ. നീ അപ്പം ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ. എടോ നിന്നേ. എന്താ? എടോ സോറി, ഇനി ഇതുപോലെ ഉണ്ടാവില്ല, പ്രോമിസ്. നീ എൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറയാം. എല്ലാം തുറന്നു പറയും. ഇനി ഇതുപോലെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിപ്പോട്ടെ. എൻ്റെയോ? സോറി, എൻ്റെ ആകെ കൺഫ്യൂഷനാണ്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം, വാ. എനിക്ക് ഫുഡ് വേണ്ട. നിനക്കിനി ദേഷ്യം അറിയില്ലേ? ഫുഡ് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എനിക്കൊരു ചായ വേണം. ചായ മാത്രം മതിയോ? ആ മതി. എന്നാൽ പോയാലോ? പോവാം.